الصلاة والسلام على من كان نبيا وآدم بين الماء والطين وعلى آله الطيبين وأصحاب المطهرين وعلماء الملة أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നേതാക്കളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രവാചകൻ ആരംഭപൂവായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാവണം എന്ന വിഷയത്തെക്കുറിച്ച് 2-3 വാക്യങ്ങൾ ഞാൻ പറയുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ലോകം പടക്കാൻ കാരണകർത്തായ ഹബീബായ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാവണം. അതുമാത്രമല്ല, അല്ലാഹു തെരഞ്ഞെടുത്തതായ മുസ്തഫ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം അതല്ലേ മഹാനരായ ഇമാം ബൂസൂരി പറയുന്നു, ഫഹുവല്ലദീ തമ്മമ നഹു വസൂറതുഹു സുമ്മസ്തഫാഉ അബി വമ്മാരി അരിനസമി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹാബികൾ പ്രവാചകൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ, അവരുടെ തലയും പോലും തങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ടോ. സാദിഖും മഹാനരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, താബഈങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിച്ചത് ബുദ്ധിജീവി മാത്രമല്ല, ലോകത്തിലുള്ള സകല വസ്തുക്കളും നിർജീവികളും തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന പല താരീഖ് ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ വിശദീകരിച്ചു തരുന്നുണ്ടോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖസ്വാ എന്ന കുതിര എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ. കല്ലുകളും മരങ്ങളും പക്ഷികളും പർവ്വതങ്ങളും പോലെ തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ. ഇമാം ബൂസൂരി പറയുകയാണ്, തംശീ ഇലൈഹി അലാ സാകിം ബിലാ ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരങ്ങൾ ശ്രണിച്ചു പോലെ സുജൂദ് ചെയ്തായിട്ട് തന്റെ കാലിന്റെ വേലിൽ വരുകയാണ്. എത്രമാത്രം സ്നേഹമാണ്. കല്ലിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ കല്ലേതാണ് എന്ന് സവാൽ ചെയ്തപ്പോൾ പലരും പറയുകയാണ്, അത് തൂറ സൈനമാണ്. അല്ല അല്ല, അത് ഇറാ ഗുഹയുള്ള പർവ്വതമാണ്. അല്ല അല്ല, അത് അജ്റെ അസ്വദാണ്. അല്ല അല്ല, അത് സഫാ മർവയാണ്. അല്ല അല്ല, അവസാനം ഇമാം ഗസാലി പറയുകയാണ്, അത് ഉഹദ് പർവ്വതമാണ്. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് ഉഹദ് പർവ്വതം എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ, ഞാൻ അതിനെ സ്നേഹിച്ചിട്ടുണ്ടോ. തങ്ങൾ സ്നേഹിച്ച കാരണത്തിൽ ഉഹദ് പർവ്വതം പോലും അവിടുത്തെ ഉന്നതമായ സ്ഥാനം സിദ്ധിച്ചിട്ടുണ്ടോ. പക്ഷേ ആഖിരി സമാനിന്റെ ചണ്ടിച്ചവറുകളും തങ്ങൾക്ക് സ്നേഹിക്കാൻ സമയമില്ല, സ്വലാത്ത് പറയാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ എങ്ങൾ പെട്ടുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ 2 വാക്യങ്ങൾ ഞാൻ വിടാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಮಾಷಾ ಅಲ್ಲಾಹ್, ಅತ್ಯಂತ ಆಕರ್ಷಕವಾದಂತಹ ವಾಲ್ ಸ್ಪರ್ಧೆಗಳು ಮುಂದುವರಿಯುತ್ತಾ ನೆಕ್ಸ್ಟ್ ಕಾರ್ಡ್ ಲೆಟರ್ ಬಾ. ಜಡ್ಜಸ್ ಪ್ಲೀಸ್ ನೋಟ್ ನೆಕ್ಸ್ಟ್ ಕಾರ್ಡ್ ಲೆಟರ್ ಬಾ.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصلاة كانت على المؤمنين كتابا موقوتا. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു അതിഥികളെ, നിസ്കാരം എന്ന വിഷയത്തെ സന്ദർഭിച്ച് ഒന്നൽപ്പം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീനിന്റെ തൂണിൽ പെട്ടതാ നിസ്കാരം, ഈമാൻ കഴിഞ്ഞാൽ പിന്നതാ വിസ്താരം. സമയം അതിൽ ഉണ്ടെന്ന് വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നേ. ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള ഏറ്റവും ഒരു വലിയ വ്യത്യാസമാണ് നിസ്കാരം എന്ന് പറഞ്ഞുള്ളത്. ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഒരുപാട് നന്മകളാ നിസ്കാരത്തിലുണ്ട്. ഈ ഉമ്മത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഫർളാക്കിയതും ആദ്യമായി അമലുകളുടെ കൂട്ടത്തിൽ ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. മാത്രമല്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യമായി അമ്മകളുടെ കൂട്ടത്തിൽ ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. നിസ്കാരത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഖുർആനിന്റെ സൂറത്തുൻ നിസായിൽ ഉണർത്തുകയാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും മുഅ്മിനായ മനുഷ്യന്റെ മേൽ നിസ്കാരം എന്ന് പറയുന്നത് അത് അവധി നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 5 വക്ത് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കുന്നവരാകണം. കൃത്യമുള്ള 5 നേരത്തെ നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് കാണാൻ പറയില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഖിയാമത്ത് ദിവസത്തില് ഖാറൂനിന്റെയും ഫിർഔനിന്റെയും ഹമാനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെയാണ് നിസ്കരിക്കാത്തവർ ഇവരുടെ കൂടെയാണ്. ആരാണ് ഈ ഖാറൂൻ? ഇപ്പോഴും ശക്തി അനുഭവിക്കുന്നവനാണ്. ഭൂമിന്റെ അടിയിലേക്ക് താഴ്ച കൊണ്ടുപോയിരിക്കുന്ന ഇതുപോലത്തെ വലിയ വലിയ അക്രമികളാണ്. അതുകൊണ്ട് അക്രമിക്കല്ലേ, അഹങ്കരിക്കല്ലേ, അത് നിന്റെ നാശമാണെന്ന് ഞാൻ പറഞ്ഞ വാക്കൊന്നുമല്ല മുഅ്മിനേ. ലോകത്തിന്റെ മദീനത്തെ റജാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ അതാ അവിടുത്തെ സ്നേഹം ഹബ്ബ് വെച്ച് പറയുന്ന, ഓ മുഅ്മിനേ, 5 വക്ത് നിസ്കാരം ഞങ്ങൾ കടിമയാണ് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിലേക്ക് ഞാൻ അവസാനം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಸಂಭ್ರಮದಿಂದ ನಡೆಯುತ್ತಿರುವಂತಹ ಮಿಷ್ಕಾತ್ ಮುಂದುವರಿಯುತ್ತಾ ನೆಕ್ಸ್ಟ್ ಕೋಡ್ ಲೆಟರ್ ಅರಬಿಕ್ ಸ್ಪೀಚ್ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಬರಬೇಕು. ಅರಬಿಕ್ ಸ್ಪೀಚ್ ಹೈಜೋನ್. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളെ, ഈ മഹത്തായ വേദിയിൽ ഹുസ്നുൽ ഖുലുഖ് അതിമഹത്തായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുഅ്മിനിന്റെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാൾ ഉന്നത സ്വഭാവത്തിന്റെ ഉടമയായിരിക്കുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉത്തമ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വഇന്നക ലഅലാ ഖുൽഖിൻ അളീം. നബിയെ, അങ്ങ് വന്നമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. أن رسول الله صلى الله عليه وسلم قال من قضم غيظا وهو قادر أن لا أن ينفذه. പ്രതികാര അടിവടിക്ക് കടിയുണ്ടായിരിക്കെ ഒരാൾ കോപത്തെ അടക്കി നിർത്തിയാൽ അല്ലാഹു അസ്സ വജല്ല അലാ റഅസിൽ ഖലായികി യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു തആല അന്ത്യനാളിൽ സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്ന് ചിലരെ അല്ലാഹു വിളിക്കും. ഹത്താ യുഗയ്യിറല്ലാഹു മിൻ ഹൂറിൽ ഹീൻ മാ ശാഅ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സ്വർഗീയ ഹൂറിൽ ഹീനിൽ നിന്ന് വേണ്ടിയവരെ തിരഞ്ഞെടുക്കുവാൻ, ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല അവസരം നൽകുമെന്നും നബിയുനാ ഹബീബുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. എന്നാൽ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ മഅസ് സാബിരീൻ. നിശ്ചയമായും അല്ലാഹു തആല ക്ഷമയുള്ളവരോടാണ്. ഒരാൾ തങ്ങളുടെ അടുക്കൽ വന്ന് ഔസുനി, എനിക്കൊരു ഉപദേശനം നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കാണാം, ലാ തഗ്ളബൻ, നീ ഒരിക്കലും കോപപ്പെടാൻ പാടില്ല. അതേ മനുഷ്യൻ വീണ്ടും ചോദിക്കുന്നു, ഇന്നൊരു പ്രാവശ്യം പറഞ്ഞു തരാമോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ്, നീ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. അതല്ലേ ഇമാം റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത് പാടിയത് കാണാം, ഫകന്നബീന ഫീ ഖൽഖി വ ഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലാ കറമി. നബിയെ, വന്നമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങയുടെ മുമ്പ് എല്ലാ അംബിയ മുർസലുകൾ അവിടുത്തെ സ്വഭാവം ഉത്തമമാണ് നബിയേ. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ ഭൂമി ലോകത്തിലേക്ക് ഇറക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം സ്വഭാവത്തെ പഠിച്ച് ഞങ്ങളെ സൽസ്വഭാവത്തെ നന്നാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്തുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ಅರುಳುತ್ತಿರುವಂತಹ ಮಿಷ್ಕಾತ್ ಮುಂದುವರಿಯುತ್ತಾ ನೆಕ್ಸ್ಟ್ ಕೋಆರ್ಡಿನೇಟರ್ ಸರ್ ಜಡ್ಜಸ್ ಪ್ಲೀಸ್ ನೋಟ್.
السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനം ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയമുള്ള മുത്താലിം സുഹൃത്തുക്കളെ, 21ാം നൂറ്റാണ്ടിൽ മനുഷ്യ ദുരന്തങ്ങൾപ്പെട്ട ഒരു കേന്ദ്രീകരിച്ച വിഷയമാണ് ഫലസ്തീൻ ചരിത്രമുള്ളത് എന്നുള്ളത് ന്യായവും മാനവികതയും കാണിക്കേണ്ട രാജ്യങ്ങളാണ് ഇന്ന് ഫലസ്തീൻ ജനതയുടെ മാർക്ക് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മുത്താലിമിങ്ങളെ, ഫലസ്തീൻ അധിക പ്രവാചകന്മാർ ജനിച്ച നാടല്ലേ, താമസിച്ച ഓടിക്കളിച്ച രാജ്യമല്ലേ. പക്ഷേ ഇന്ന് ആ നാട്ടിൽ ചോരയുടെ പുഴകൾ ഒലിഞ്ഞു പോവുകയാണ്. കാരണമെന്തേ? സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു നാട് ഇല്ലാത്ത, താമസിക്കുന്ന സ്ഥലമില്ലാത്ത കരുണ്യതായ യഹൂദികൾക്ക് അല്പം സ്ഥലം അവശേഷപ്പെട്ടു കൊടുത്തപ്പോൾ ആ യഹൂദി സംഘം ഫലസ്തീനെ ക്രൂരതനം കാണിക്കുകയാണ്. ഒന്നും അറിയാത്ത കരുണ കാണിച്ച പാവപ്പെട്ട ഫലസ്തീൻ അവരോട് ഉടമ്പെടുത്തിക്കൊണ്ടോ അടിമയാക്കി പണിയെടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിന്നാനും കുടിക്കാനും ഇല്ല, തിന്നാനും കുടിക്കാനും ഇല്ലാത്ത സമയത്ത് ബാമ്പിന്റെ ശബ്ദം കേട്ടിട്ട് പേടിച്ചു ഓടുന്ന പിഞ്ചോണ കുട്ടികളുടെ അവസ്ഥ എന്താ? പ്രിയമുത്താലിമിങ്ങളെ, ആ കാലഘട്ടത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഖിലാഫത്തിന്റെ യഹൂദികൾ തന്ത്രപരമായിട്ട് ഖിലാഫത്തിന്റെ നശിക്കുകയാണ്. അതുകൊണ്ട് ഫലസ്തീൻ പ്രവേശിക്കുകയാണ്. അത് മാത്രമല്ല, ശാന്തി സമാധാനത്തോടെ ജീവിക്കൊണ്ടിരിക്കുന്ന ആ ഫലസ്തീൻ ജനതയോടെ എല്ലാ ദിവസവും ശിക്ഷിക്കൊണ്ട് അവരോട് നശിക്കുകയാണ്. പ്രിയമുള്ള മുത്താലിമികളെ, ഫലസ്തീനിന്റെ ഈമാനിന്റെ പവർ എന്താ? അവരോട് ശക്തി എന്താ? അവരോട് പറഞ്ഞില്ലേ നിങ്ങൾ ഇസ്ലാമിനെ പിന്മാറണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളെ അല്ലാഹ് എന്ന ഉറച്ച നിയ്യത്തിലാണ്, അവർ വിശ്വാസത്തിലാണ് ജീവിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ പ്രവാചകൻ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, انصروا أخاك ظالما أو مظلوما. നിങ്ങളെ സഹോദരൻ അക്രമിയാവട്ടെ അക്രമപ്പെട്ടവനാവട്ടെ നിങ്ങൾ അവനെ സഹായിക്കണം എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവിടുത്തുള്ള സ്വഹാബത്ത് പറയുകയാണ്, ഇങ്ങനെയാണ് അക്രമിയെ സഹായിക്കുന്നത്, എങ്ങനെയാണ് അക്രമിയെ സഹായിക്കുന്നത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്താ നിങ്ങൾ അവനെ അക്രമത്തിൽ നിന്നും തടയുക, അതാണ് അവിടത്തുള്ള സഹായം എന്ന് മഹത്തറായ സന്ദേശം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ലോകത്തോട് ഉപേക്ഷ വിട്ടുകൊണ്ട് അവിടത്തേക്ക് ചോദിച്ചു കേൾക്കുന്ന ആ ഫലസ്തീനിയെ സഹായിക്കുന്നത് നിങ്ങളെ ബാധ്യതയല്ലേ? അതെ, അത് നമ്മുടെ ബാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുകയാണ്, വലിയൻസുറുന്നല്ലാഹ മയ്യൻസുറു ഇന്നല്ലാഹ ലഖവിയുൽ അസീസ്. എല്ലാ സഹായിച്ചവനിക്ക് അല്ലാഹു സഹായിക്കുന്നതാ. തീർച്ചയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതെ പ്രതാപിതനാണ്, ശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ രണ്ട് വാക്കുകൾ വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ಸ್ಪರ್ಧಾರ್ಥಿಗಳ ಗಮನಕ್ಕೆ ಇದಾದ ಬಳಿಕ ಅರಬಿಕ್ ಸ್ಪೀಚ್ ನಡೆಯಲಿರುವುದು. ಹೈಝೋನ್ ವಿಭಾಗದ ಅರಬಿಕ್ ಸ್ಪೀಚ್ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಆದಷ್ಟು ಬೇಗ ಸಜ್ಜಾಗಬೇಕೆಂದು ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ನೆಕ್ಸ್ಟ್ ಕಾರ್ಡ್ ಲೆಟರ್ ಜೀಮ್.
ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ನಾಷ್ಟಕ ತಗೊಳ್ಬೇಕು. ಎಲ್ಲಾ ವಿದ್ಯಾರ್ಥಿಗಳು ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಹೊರತುಪಡಿಸಿ ಉಳಿದ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ನಾಷ್ಟಕದಲ್ಲಿ ಕ್ಲಬ್ದ ಸಮಯ 9ಕ್ಕೆ ಇಲ್ಲಿ ಮಾಡಬೇಕು. ವಿದ್ಯಾರ್ಥಿಗಳ ಗಮನಕ್ಕೆ ಹೈಝೋನ್ ವಿಭಾಗದ ಅರಬಿಕ್ ಭಾಷಣ ಸ್ಪರ್ಧೆಯ ವಿದ್ಯಾರ್ಥಿಗಳು ಹೊರತುಪಡಿಸಿ ಎಲ್ಲಾ ವಿದ್ಯಾರ್ಥಿಗಳು ನಾಷ್ಟಕ್ಕೆ ತೆರಳಬೇಕು. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮತುಲ್ಲಾಹಿ ತಆಲಾ ವಬರಕಾತುಹು. ಬಿಸ್ಮಿಲ್ಲಾಹ್ ವಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಅಶ್ರಫಿಲ್ ಮುರ್ಸಲೀನ್ ವ ಅಲಾ ಆಲಿಹಿ ವ ಸಹ್ಬಿಹಿ ಅಜ್ಮഈನ್. ಅಮ್ಮಾ ಬಅದ್. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ആദരവായ അബൂവായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം. അതിലേക്കുള്ള വഴി അത് സ്വലാത്തിലൂടെയാണ്. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഞങ്ങൾ വളരെ കൂടുതലായിട്ട് നിങ്ങൾ സ്നേഹിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് കാണാം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഞാനും എൻ്റെ മലക്കുകൾ ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ വളരെ കൂടുതലായിട്ട് സ്വലാത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ. അതല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ, ഒരു സാധാരണമായ മനുഷ്യൻ മരണപ്പെടുമ്പോൾ അതാ അവിടുത്തെ ആൾക്കാർ ആ മയ്യത്തിനെ സന്ദർശിക്കാൻ വേണ്ടി തിരക്കുകൂടുകയാണ്. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മയ്യത്തിനെ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതാ വഴിയിലൂടെ ഒരു സാധാരണമായ ഒരു മനുഷ്യൻ അതാ ആ മയ്യത്തിനെ കുറിച്ചിട്ട് പരദൂഷണം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒരു മയ്യത്തിനെ കുറിച്ച് പരദൂഷണം പറയുന്നതാണ്. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ചോദിക്കുന്നു, ഓ മനുഷ്യ, നീ എന്തിനാണ് ആ മയ്യത്തിനെ കുറിച്ച് പരദൂഷണം പറയുന്നത്? നീ എന്തിനാണ് ആ മയ്യത്തിനെ കുറിച്ച് പരദൂഷണം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതാ ആ മനുഷ്യന് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഓ മൂസാ, നിങ്ങളെ പടച്ചവനായ ആ അല്ലാഹുവിനെയും അതുപോലെ അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ തങ്ങൾക്ക് നന്മ ചെയ്യാത്ത ആരാണ്? അതുകൊണ്ട് ആ മയ്യത്തിനെ മോമിനീങ്ങളായ മുസ്ലിമീങ്ങളായ മറമാടുന്ന സ്ഥലത്ത് നിങ്ങൾ മറമാടിക്കൂടാ. മൃഗങ്ങളെ ഏത് കോലത്തിലാണോ, മൃഗങ്ങളെ ഏത് രൂപത്തിലാണോ മറമാടുന്നത്, അതേ രൂപത്തിൽ തന്നെ മറമാടണേ മൂസാ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മൃഗങ്ങളെ ഏതു രൂപത്തിലാണോ അതേ രൂപത്തിൽ തന്നെ ആ മയ്യത്തിനെ മറമാടനെന്ന് മൂസാ നബിയോട് പറയുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മയ്യത്തിനെ ദഫൻ ചെയ്യുന്നു. ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അതാ വയ്യലോട് ഒരു മലക്ക് പറയുകയാണ്. ആരാണെന്നറിയോ? മലക്കുൽ അമലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുന്നു, ഓ മൂസാ, നീ എന്തൊരു കാര്യമാണ് ചെയ്തത്? നീ എന്തൊരു അമലാണ് ചെയ്തത്? ആരും ചെയ്യാത്ത ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ
മയ്യത്തിനേക്ക് ആ മനുഷ്യനേക്ക് സുഖലോക സ്വർഗത്തിൽ വലിയൊരു സ്ഥാനവും വലിയൊരു കൊട്ടാരവും ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? അതാ നിങ്ങൾക്ക് തന്ന തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പരാമർശിക്കുമ്പോൾ ആ മനുഷ്യനെ ചുംബിക്കുകയാണ്, അവിടേക്ക് സ്വലാത്ത് ചൊല്ലുകയാണ്. ആ ഒരു കാരണത്താൽ ആ മനുഷ്യനേക്ക് അത്രയും വലിയൊരു സ്ഥാനവും പദവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നാമും ധാരാളമായ സ്വലാത്ത് പറയണം, നാം ധാരാളമായ സിക്ർ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് കടിവാണം ചെയ്യുന്നു. വാഖിറുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next code letter have. Judges, please not next code letter have. السلام عليكم ورحمة الله. بسم الله نحمدك يا الله يصلي ونسلم على سيدنا محمد وعلى آله وصحبه الفائزين برضا ما بعد. പ്രിയമുള്ള ഉസ്താദുമാരെ, അതിഥികളെ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, സംസാരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവന്റെ സംസാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യകുൽ ഗൈറ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യനാളിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നല്ലത് പറയുക, അങ്ങനെയല്ലെങ്കിൽ ശബ്ദം പാലിക്കുക. നല്ലത് സംസാരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, കുൽ. ആ ഒരു ഒറ്റ പ്രയോഗത്തിലൂടെ 332 തവണമാണ് ആ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്നു. നേരെ അല്ലാഹു തആല ജനസമൂഹത്തോട് സംസാരിക്കുന്നതിന് പകരമായിട്ട് നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. നല്ലത് പറയുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ മനോഹരമാകുന്ന ഒരു ഘടകമാണ്. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ളത് ധാരാളം പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. വഖൂലു ലിന്നാസി ഹുസ്ന. നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നല്ല നിലയിൽ സംസാരിക്കണം. നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് അരോചകമാകരുത്, മറ്റുള്ളവർക്ക് പ്രയാസം വരരുത്, മറ്റുള്ളവരെ നിന്ദിക്കുകയും അപഹാസ്യപ്പെടുത്തുകയും ചെയ്യരുത്. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ മാന്യമായി ഗൗരവത്തോടെ സംസാരിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ആരെങ്കിലും യാചിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് കൊടുക്കാനൊന്നില്ലെങ്കിൽ അവരോട് ലളിതമായി സംസാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം എങ്ങനെയായിരുന്നു? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്വഹാബി വലിയ ചെറുപ്പ് ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് വരുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. സ്വഹാബയുടെ ചെറുപ്പ് തങ്ങൾക്ക് തട്ടുകയാണ്. തങ്ങൾക്ക് നല്ല വേദനയായി. വീണ്ടും ചെറുപ്പ് തട്ടുകയാണ്. പക്ഷേ ആ സ്വഹാബി അറിഞ്ഞിട്ടില്ല. അങ്ങനെ 3-ാം പ്രാവശ്യം ചെറുപ്പ് തട്ടിയപ്പോൾ തങ്ങൾക്ക് നല്ല വേദനയായി. വേദന സഹിക്കാതെ തങ്ങളുടെ കയ്യിലുള്ള കുന്തം കൊണ്ട് സ്വഹാബിയുടെ കാലിനെ തട്ടി പറയുകയാണ്, എനിക്ക് നല്ല വേദനയായി, ഒന്ന് മാറ്റുമോ എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബി ചിന്തിക്കുന്നത്, ഞാൻ ആരെയാണ് വേദനിപ്പിച്ചത്? കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഞാൻ വേദനിപ്പിച്ചത്. എന്റെ എതിരായിട്ട് ഒരു ആയത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് സ്വഹാബ ടെൻഷൻ അടിക്കുന്ന സന്ദർഭത്തിലാണ് ഒരാൾ വന്ന് പറയുന്നത്,
തങ്ങൾ വിളിക്കുകയാണ്. അങ്ങനെ സ്വഹാബ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ തങ്ങളെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ തങ്ങൾ പറയുകയാണ്, ഞാൻ 2 പ്രാവശ്യം വേദന സഹിച്ചു, 3-ാം പ്രാവശ്യം വേദന സഹിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് കുന്തം കൊണ്ട് നിങ്ങൾ കാലിലേക്ക് തട്ടിയത്, എനിക്കൊന്ന് പൊറുത്തു നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിയോട് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നാം സംസാരം നന്നാക്കണം. സംസാരം നന്നായാൽ ജീവിതം നന്നാകും. അതുകൊണ്ട് സംസാരം നന്നായി ജീവിതം നന്നാവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിനെ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಮಾಶಾ ಅಲ್ಲಾಹ್. ಇದಿಲ್ಲಿಗೆ ವಆಲ್ ಮುಕ್ತಾಯಗೊಂಡಿರುತ್ತದೆ. ಇದಾದ ಬಳಿಕ ಇಲ್ಲಿ ನಡೆಯುತ್ತಿರುವುದು ಹೈಝೋನ್ ವಿಭಾಗದ ಅರಬಿಕ್ ಸ್ಪೀಕ್. ಫಸ್ಟ್ ಕೋಡ್ ಲೆಟರ್ ಅಲಿಫ್. Judges, please note, alif is cancel. Next chord letter ba. ಮಾಡಿದ ತಕ್ಷಣ ಹೈಝೋನ್ ಹಾಗೂ ಮಿಡ್ ಝೋನ್ ವಿದ್ಯಾರ್ಥಿಗಳು ಸ್ನಾನಕ್ಕೆ ತೆರಳಬೇಕು. ಹೈಝೋನ್ ಹಾಗೂ ಮಿಡ್ ಝೋನ್ ವಿದ್ಯಾರ್ಥಿಗಳು ಸ್ನಾನಕ್ಕೆ ತೆರಳಬೇಕು. ಸ್ನಾನಕ್ಕೆ ತೆರಳಿ ಕ್ಲಬ್ದ ಸಮಯ 10 ಗಂಟೆಗೆ ಇಲ್ಲಿ ಇರಬೇಕು. ಹೈಝೋನ್ ಹಾಗೂ ಮಿಡ್ ಝೋನ್ ವಿದ್ಯಾರ್ಥಿಗಳು ನಾಷ್ಟ ಮಾಡಿದ ಬಳಿಕ ಸ್ನಾನಕ್ಕೆ ತೆರಳಿ ಕ್ಲಬ್ದ ಸಮಯ 10 ಗಂಟೆಗೆ ಇಲ್ಲಿ ಇರಬೇಕು. تعالى وبركاته. بسم الله والحمد لله الذي جعل السلام شعار المؤمنين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم نبي السلام والرحمة، وعلى آله وصحبه أجمعين الذين كانوا يعيشون بالسلام والرحمة. أولا قبل كل شيء أحمد الله الذي منحني هذه الفرصة الذهبية. أحبابنا الكرام، إني أريد أن ألقي أمامكم كلمتين وفقنا الله. أيها الإخوان، قال الله سبحانه وتعالى في القرآن المجيد: والله يدعو إلى دار السلام. إن العالم اليوم يعيش مأساة عظيمة في أرض فلسطين،
تلك الأرض التي باركها الله وجعل محبط الأنبياء ومصرى سيد الأنبياء صلى الله عليه وسلم ولكن أصبحت أرضا يسيل فيها الدم ويقتل وتقطع الكهرباء والطعام والماء ويقتل الأطفال ويقتل النساء بلا ذنب إلا أنهم قالوا نحن فلسطينيون إني أسألك من عميق القلب أي عدل هذا أي إنسانية هذه وأين أولئك الذين يتحدثون عن حقوق الإنسان ويقتل الطفل في حضن أمه وتدفن العائلة تحت أنقاض بيتها وتقطع الكهرباء والعالم صامت فأين السلام؟ أين الإنسانية؟ أين اللطف؟ وأين الإحسان؟ أين السلام؟ أيها الأحبة السلام الحقيقي لا يكون بالمؤتمرات ولا بالشعارات بل يكون بالعدل والإحسان. قال الله سبحانه وتعالى في القرآن المجيد إن الله يأمر بالعدل والإحسان. وقال الله سبحانه وتعالى في سورة الحشر والله الذي لا إله إلا الله هو الملك القدوس السلام. أيها السامعون اسمعوا كلام الله فيها سمي نفسه السلام. وقال الله سبحانه وتعالى في القرآن المجيد وما أرسلناك إلا رحمة للعالمين رسولنا محمد صلى الله عليه وسلم كان نبي السلام والرحمة فديننا لا يعلمنا الكراهية ولا العدوان بل يعلمنا الإحسان والسلام والدفاع عن المظلوم ونصرة الحق. وقال رسول الله صلى الله عليه وسلم انصر أخاك ظالما أو مظلوما. أي ما أحسن قول رسول الله ما أطيب قول رسول الله صلى الله عليه وسلم. فقال أصحابنا الكرام يا رسول الله ننصر مظلوما فكيف ننصر ظالما؟ فقال رسول الله صلى الله عليه وسلم تمنعه عن الظلم فذلك نصره. أيها الإخوان الكرام غزة اليوم تنزف وأطفالها يصبرون والنساء يرفعن الأكف إلى السماء وقلوبهم يقول حسبي الله ونعم الوكيل. إني لا أريد أن أطول كلامي لأن الوقت قليل وضيق. أختتم كلامي وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. Next, code letter, ta. ಲೋಝೋನ್ ವಿಭಾಗದ ಇಂಗ್ಲಿಷ್ ಭಾಷಣ ಸ್ಪರ್ಧೆ ಶಫೀಕ್ ಉಸ್ತಾದರ ಗಮನಕ್ಕೆ ಲೋಝೋನ್ ವಿಭಾಗದ ಇಂಗ್ಲಿಷ್ ಅಲೋಕೇಶನ್ ಸ್ಪರ್ಧೆ ನಡೆಯುವುದು. ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಬರಬೇಕು. ಅರಬಿಕ್ ಭಾಷಣದ ಬಳಿಕ ಲೋಝೋನ್ ಇಂಗ್ಲಿಷ್ ಭಾಷಣ ಸ್ಪರ್ಧೆ. السلام عليكم ورحمة الله وبركاته. المعلمون المحترمون وزملائي الأعزاء والحاضرون المكرمون أقف أمامكم اليوم لأتكلم كلمتين عن موضوع الإنسانية. نسأل الله أن يوفقنا الله آمين.
أيها الإخوان، إن أعظم ما يميز الإنسان عن غيره هو الإنسانية. فالإنسانية ليست فقط أن نكون أحياء، بل هي أن نشعر بالآمال ونساعد المحتاجين ونرحم الضعفاء. نحن في زمن تقدم فيه العلم والتقنية، ولكن يسأل نفسه كل واحد منا: هل بقي فينا الإنسان؟ هل بقي فينا الإنسان؟ إذا فنيت الأشجار يقوم الناس بحملات لإنقاذها، وإذا انقرضت الحيوانات تقوم منظمات لحمايتها، ولكن إذا كان الذين يفنون هم البشر أنفسهم فمن ينقذهم؟ في غزة كل يوم يموت أطفال صغار يجوعون يصابون ويفقدون أهلهم. أصواتهم تصعد إلى السماء، ولكن العالم صامت. لا طعام، لا مأوى، لا دواء، ونحن ننظر من خلف الشاشات ونقول: ها يا لأسف هذا ليس كافيا. يا أحبتي، فالإسلام يعلمنا أن الرحمة والتعاطف جزء من الإيمان. قال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى يحب لأخيه ويحب لنفسه. ربما لا نقدر أن نساعدهم بالمال أو بالقوة، ولكن عندنا سلاح عظيم وهو الدعاء. الدعاء هو المساعدة في الصمت، الدعاء هو الرابط بين القلوب، الدعاء هو القوة لمن لا قوة له. إن الله يسمع نداء قلوبنا قبل أن تنزل دموعنا، فلا نقول لا نملك شيئا، بل نقول نملك الدعاء. يا إخوتي، فالإنسانية ليست دينا ولا جنسا، هي شعور في القلب، هي حياة الروح. إذا فنيت الأشجار نزرع غيرها، وإذا فنيت الحيوانات نربي غيرها، ولكن إذا فنيت الإنسانية فلا شيء يعيدها. فلنحن أصحاب القلوب الرحيمة، ولندعو لإخواننا في كل مكان، ولنحيي معنى الإنسانية في أنفسنا. وفقنا الله. أنا لا أريد أطيل في قلمي في هذا القدر. وفقنا الله، آمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. Next, code letter Sar. Judges, please note. Next, code letter Sar. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيد المرسلين وعلى كل صحابة أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله العظيم وصدق رسوله النبي الكريم، ونحن على ذلك لمن الشاهدين والشاكرين، والحمد لله رب العالمين. أيها الإخوان وأساتذة الكرام وطلاب علوم النبوية، السلام عليكم ورحمة الله تعالى وبركاته. قال الله تعالى في القرآن المجيد: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا شفيعنا حبيبنا نبينا مولانا محمد بارك وسلم. صلوا عليه الصلاة والسلام عليك يا رسول الله صلى الله تعالى عليه وسلم. أبدأ كلامي بسم الله الرحمن الرحيم وأرحم الراحمين. موضوع كلامنا اليوم القرآن الكريم، وكتاب الله نزل به جبرائيل عليه السلام على محمد صلى الله عليه وسلم في مدة 23 سنة. كتوراة نزل على موسى عليه السلام، كإنجيل نزل على عيسى عليه السلام، كزبور نزل على داود عليه السلام.
قال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. هذا حديث متفق عليه، وفي رواية الإمام البخاري ومسلم قال الله تعالى ذلك الكتاب لا ريب فيه. لا شك في كتاب القرآن الكريم. وقال الله تعالى هدى للمتقين، هدى للإنسان وهدى للبشر. القرآن هو كلام الله، القرآن هداية الإنسان. وقوله تعالى إن هذا القرآن يهدي للتي هو أقوم. وآخر دعوانا الحمد لله رب العالمين. MashaAllah. അറുപത്തിപന്താഹ മിഷ്കാത്ത് ഇതിക next call letter G. Judges, please note next call letter G. ಇಂಗ್ಲಿಷ್ ಭಾಷಣ ಸ್ಪರ್ಧೆ, ಲೋ ಝೋನ್ ಇಂಗ್ಲಿಷ್ ಭಾಷಣ ಸ್ಪರ್ಧೆ ವಿದ್ಯಾರ್ಥಿಗಳು ಬರಬೇಕು. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله تعالى عليه وسلم تسليما كثيرا. أيها الإخوة الكرام، ولد النبي صلى الله عليه وسلم في المكة المكرمة وفي العام الفيل، وكان منذ معروفا بالصدق والأمانة حتى لقب بالصادق الأمين. نشأ في بيئة مليئة بالجهل والظلم، فبعث الله تعالى رحمة للعالمين. وقال الله تعالى في سورة الأنبياء وما أرسلناك إلا رحمة للعالمين صلى الله عليه وسلم. جاء رسول الله صلى الله عليه وسلم ليخرج الناس من الظلمات إلى النور ومن عبادة العباد إلى عبادة رب العالمين. دعا إلى التوحيد والعدل والإحسان وصلة الأرحام وبر الوالدين، وحث على الصغير والكبير. وقال صاحب البردة داعي إلى الله فالمستمسكون به مستمسكون بحبل غير منفصم. كان النبي صلى الله عليه وسلم أرحم الناس بالضعفاء والمساكين، وكان يقول خير الناس أنفعهم للناس. وكل كان غضب لا بغضب لا يغضب إذا انتهكت حرمات الله. وكان دائم الابتسامة متواضعا على الصغير والكبير، ويعفو عن من ظلمه ويصير من قطعه ويعطى من رحمه. وقال صاحب البردة اعتدت غيصب في الحيرتين وما استقمت فما قولي لك استقمي. أيها الأحبة في الله، لقد ترك النبي صلى الله عليه وسلم سيرة عطرة وسنة طيبة فيها الهداية لكل مسلم ومسلمة في كل زمان ومكان. تركت فيكم أمرين، أول كتاب الله والآخر في سنتي، فلنقتضي برسول الله صلى الله عليه وسلم في حياتنا، في أخلاقنا، في أعمالنا، وفي تعاملنا مع الناس، ولنكثر من الصلاة عليه فإنها سبب لرفع الدرجات ومغفرة السيئات. قال النبي صلى الله عليه وسلم من صلى علي صلى الله عليه بها 10. وقال صاحب المرضى مولاي
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اختتام والكلام والخطاب وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ಅತ್ಯಂತ ಆಕರ್ಷಕವಾದಂತಹ ಮಿಷ್ಕತ್ ಮುಂದುವರಿಯುತ್ತಾ ಇದೀಗ ಫಸ್ಟ್ ಅಂಡ್ ಲಾಸ್ಟ್ ಕೋಡ್ ಲೆಟರ್ ಹ್ಯಾವ್. ಜಡ್ಜಸ್ ಪ್ಲೀಸ್ not last code letter have. بسم الله الرحمن الرحيم. الحمد لله الذي أرسل إلينا رسولا رحيما يخرج الناس من الظلمات إلى النور ويهديهم إلى صراط مستقيم. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم تسليما كثيرا. أيها الأساتذة العظام والزملاء الكرام، السلام عليكم ورحمة الله وبركاته. موضوع اليوم هو محبة الرسول صلى الله عليه وسلم. إن محبة رسول الله صلى الله عليه وسلم شعلة الإيمان في القلوب ومفتاح السعادة في الدنيا والآخرة. هي ليست مجرد كلمات تقال أو أناشيد تردد، بل هي حياة تعاش وسلوك يتبع وأخلاق تقتدى. قال الله تعالى في القرآن الكريم: قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم. فمن أراد محبة الله فليتبع رسوله صلى الله عليه وسلم، لأن الطريق إلى الله يمر من خلال محبة رسوله واتباع سنته. تعد محبة النبي سيدنا محمد صلى الله عليه وسلم من أعظم القربات وأساس من أسس الإيمان. فقد قال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. رواه البخاري. فمحبته ليس مجرد عاطفة في القلب، بل هي اتباع لسنته ونصرة لدينه واقتداء بهديه في كل شؤون الحياة. أيها الأحبة، وقد أحب الصحابة رسول الله صلى الله عليه وسلم حبا صادقا، وقد أحب الصحابة رسول الله صلى الله عليه وسلم حبا صادقا تجلى في طاعتهم له ونصيحتهم من أجله، فكانوا يرونه من أنفسهم وأموالهم. وهذه المحبة تنبع من معرفة شمائله الكرام. إن محبة رسول الله صلى الله عليه وسلم تورث الطمأنينة في القلب وتدفع المسلمين إلى السير على نهجه في العبادة والأخلاق والمعاملة. أنا اختتام الكلمة هذا. اللهم جعلنا من الذين يحبون نبيك صلى الله عليه وسلم حبا صادقا. وآخر دعوانا أن الحمد لله رب العالمين. ಅತ್ಯಂತ ಆಕರ್ಷಕವಾದಂತಹ ಅರಬ್ಬಿ ಭಾಷಣ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯಗೊಂಡಿರುತ್ತದೆ. ಇದೀಗ ಲೋಸೋನ್ ವಿಭಾಗದ ಇಂಗ್ಲಿಷ್ ಓರೇಷನ್. ಫಸ್ಟ್ ಕೋಡ್ ಲೆಟರ್ ಅಲಿಫ್. ಜಡ್ಜಸ್ ಪ್ಲೀಸ್ not ತೀರ್ಪುಗಾರರಾಗಿ ಸಾಹಿಲ್ ಅಜ್ಹರಿ ಹಾಗೂ ಹಾಶಿಮ್ ಲಾಡಿ. السلام عليكم ورحمة الله وبركاته.